ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 24 ആണ്. ഉൽപ്പത്തി 24 അധ്യായം. അവിടെ ഇസഹാക്കിന് വേണ്ടി അബ്രഹാം ഒരു ഭാര്യയെ കണ്ടുപിടിക്കുന്ന ആ ഒരു ഭാഗം നമുക്കവിടെ കാണാനടിയാവും. ഈ സമയത്ത് അബ്രഹാമിന് വളരെ പ്രായമുണ്ട്, നല്ല വാർദ്ധക്യ അവസ്ഥയിലാണ് താൻ ഇരിക്കുന്നത്. അപ്പോൾ തൻ്റെ ദാസന്മാരിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഏലിയാസർ എന്ന വ്യക്തിയെ അബ്രഹാം തൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്തുവാനായിട്ട് താൻ അവിടെ അയക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തൈയുടെ അടിയിൽ കൈ വെച്ചുകൊണ്ടാണ്, തൊടയുടെ കൈ വെച്ചുകൊണ്ടാണ് ആ ഒരു പ്രോമിസ് ചെയ്യുന്നത്. ആ ഒരു കാലത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു രീതിയിലായിരുന്നു പ്രതിജ്ഞ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഓത്തൊക്കെ എടുക്കുമ്പോഴോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ട് ഏലിയാസറിന് മനസ്സിലായി ഇത് അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും അബ്രഹാം ഒരു കാര്യം പറയാനിടത്തുന്നു, കനാന്യരായിട്ടുള്ള ഒരു കനാനിലാണല്ലോ താമസിക്കുന്നത്, കനാനിലുള്ള പെൺകുട്ടികളെ വേണ്ട, പകരം തൻ്റെ കുടുംബത്തിലുള്ളവരെ അവരെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിടുന്നത്. അപ്പോൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ഊർ എന്നുള്ള ദേശത്തിലേക്ക് അവിടേക്കുള്ള യാത്ര ചെയ്തു പോവുകയാണ് ഏലിയാസർ. അവിടെ യാത്ര ചെയ്ത് പോകുമ്പോഴും ഏലിയാസറും എന്തുമാത്രം ദൈവഭക്തിയുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഒരു സൈൻ പറഞ്ഞിട്ട്, ദൈവമേ ഇതുപോലെ ഇങ്ങനെ നടക്കുന്ന, ഇതുപോലെ സംഭവിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയാസർ അവിടെ ചെന്ന് അവിടെ കിണറിൻ്റെ അടുക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ കിണറിൽ നിന്ന് വെള്ളം കോരി ഏലിയാസറിൻ്റെ പോലെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടകങ്ങൾക്കും അത് കൊടുക്കുവാനായിട്ട് മനസ്സുള്ള ആ ഒരു കുട്ടി ആയിരിക്കണം. അങ്ങനെ ഒരു കുട്ടി, ആ ഒരു സൈനാണ് ദൈവത്തോട് ഏലിയാസർ ചോദിച്ചത്. അപ്പോൾ ഏലിയാസർ ആ സൈൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കാനിടയായിത്തീർന്നു. അപ്പോൾ ഏലിയാസർ വിചാരിച്ച പോലെ തന്നെ അവിടെ ഒരു കുട്ടികൾ വന്നപ്പോൾ അതിലൊരു കുട്ടി ഏലിയാസറിന് വെള്ളം വേണമെന്ന് ചെന്ന്, അത് റെബേക്കയായിരുന്നു, വെള്ളം വേണമെന്ന് ചെന്ന് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു. ഒട്ടകങ്ങൾക്കും ആ വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഏലിയാസറിന് അത് കൺഫേം ആയത്. അപ്പം ഏലിയാസർ നോക്കിയത് ആ കുട്ടിയുടെ വാക്കുകൾ എങ്ങനെയാണെന്നല്ല, ആ കുട്ടിയുടെ പ്രവൃത്തി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ് ഏലിയാസറോട് നോക്കിയത്. ഏലിയാസർ ഞാൻ താങ്കൾക്കും ഒട്ടകത്തിനും വെള്ളം തരാമെന്ന് പറഞ്ഞപ്പോഴേ ഏലിയാസർ ഓക്കെ ഇത് തന്നെയാണെന്ന് അങ്ങനെ പറയാൻ പോയില്ല. പകരം താൻ വെയിറ്റ് ചെയ്തു ഈ പ്രവൃത്തികളൊക്കെ ഒന്ന് അവസാനിക്കുവാനായിട്ട്. അങ്ങനെ 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 റെബേക്കയാണ് അത് ശരിക്കും ഐസക്കിന് വെച്ചിരിക്കുന്ന ഭാര്യയായിട്ടുള്ള ദൈവം വെച്ചിരിക്കുന്ന കുട്ടി എന്നുള്ളത് ഏലിയാസറിന് മനസ്സിലായി. അപ്പം അബ്രഹാം മറ്റൊരു കണ്ടീഷൻ വെച്ചിരുന്നു. അത് ഒരിക്കലും ഒന്നാമത്തെ കാര്യം അബ്രഹാം 2 കണ്ടീഷനായിരുന്നു വെച്ചിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് കനാനിലുള്ള സ്ത്രീകളിലെ ആരെങ്കിലും ഇസ്ഹാക്കിന് വൈഫായിട്ട് വേണ്ടാന്ന്. കാരണം അവർക്ക് ദൈവത്തെ അറിയാത്ത വ്യക്തികളാണ്. അവരെ ഇസ്ഹാക്കിന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ കാര്യങ്ങളിലേക്ക്, അവരുടെ ആ ദൈവങ്ങളിലേക്കൊക്കെ ഇസ്ഹാക്കിനെ കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമതൊരു മെയിൻ കാരണം കനാന്യ സ്ത്രീകളുമായിട്ടുള്ള വിവാഹം ഇസ്ഹാക്കിന് വേണ്ട എന്നുള്ളൊരു കാര്യം, അല്ല കനാന്യയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇസ്ഹാക്കിന് വേണ്ട എന്നുള്ളത് അബ്രഹാം പറയാൻ കാരണം അതായിരുന്നു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, അബ്രഹാമിനോട് ഏലിയാസർ ചോദിച്ചു, അഥവാ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു കുട്ടിയെ കണ്ടു, ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഇസ്ഹാക്കിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ അപ്പോൾ അബ്രഹാം പറയും കാര്യം ഒരിക്കലും പാടില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണ്. ഇങ്ങോട്ട് കുട്ടി വരത്തില്ലെങ്കിൽ ഇസ്ഹാഖിന് എന്നാൽ ആ കുട്ടിയെ വേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം അബ്രഹാമിൻ്റെ ജീവിതം നോക്കിയപ്പോൾ അബ്രഹാം വലിയൊരു ലെസൺ അബ്രഹാം പഠിച്ചതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വാഗ്ദത്ത സ്ഥലത്ത് താൻ ഇരുന്നപ്പോൾ താനോട് ഈജിപ്തിലേക്ക് പോകാനിടയിൽ തീർന്നു. ഈജിപ്തിലേക്ക് പോയി അവിടെ പ്രശ്നങ്ങളൊക്കെ ആയി ഒടുവിൽ താൻ തിരിച്ച് നെഗേവിലേക്ക് താൻ തിരികെ വന്നു. അപ്പോൾ അബ്രഹാമിനറിയാം
ദൈവം ഇവർക്ക് വാഗ്ദത്ത സ്ഥലം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ കനാൻ ദേശം എന്നുള്ളത്. ഈ കനാൻ ദേശം വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അത് അബ്രഹാമിന് തൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായി. അതുകൊണ്ട് താൻ തീരുമാനിച്ച് പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഒരു കാരണവശാലും ഇസ്ഹാക്കിനെ തിരിച്ച് വിടുകയില്ല, ആ സ്ഥലത്തിലേക്ക് തിരിച്ച് വിടുകയില്ല എന്നൊരു തീരുമാനം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 2 കണ്ടീഷൻസ് ആയിരുന്നു അവിടെ നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒടുവിൽ അങ്ങനെ റെബേക്കയെ കാണുന്നപ്പോൾ ആ റെബേക്ക എന്നുള്ളത് അബ്രഹാമിൻ്റെ ഒരു റിലേറ്റീവായിട്ട് തന്നെ വരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നു. അപ്പോൾ അങ്ങനെ റെബേക്കയുടെ ഫാമിലിക്ക് അങ്ങോട്ട് സ്വർണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ അറിയാമല്ലോ, നമ്മൾ ഡൗറിയൊക്കെ വരുമ്പോൾ സ്ത്രീകളിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. സ്ത്രീകളുടെ കുടുംബത്തിന് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തു. അതെല്ലാം കൊടുത്തു. ഒടുവിൽ റെബേക്കയെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യം വന്നപ്പോൾ അവരുടെ പേരൻസിന് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ റെബേക്കയ്ക്ക് ഇസ്ഹാക്കിനെ കാണുവാനായിട്ട്, ഇസ്ഹാക്കിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് ഒരു മടിയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്ത് ഇസ്ഹാക്കൊക്കെ താമസിക്കുന്ന കനാലിലേക്ക് പോകുന്നു. അങ്ങനെ ആ സമയത്ത് ഇസ്ഹാക്ക് ഒരു ഫീൽഡിൽ ഒരു സ്ഥലത്ത് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് റെബേക്ക അവിടേക്ക് എത്തുന്നത്. അപ്പോൾ റെബേക്ക എത്തുമ്പോൾ തന്നെ ഇസ്ഹാക്ക് റെബേക്കയെ അവിടെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അവസാനം കാണുമ്പോൾ അങ്ങനെ സാറ മരിച്ച ദുഃഖത്തിൽ നിന്നും തനിക്കൊരു ആശ്വാസം ലഭിക്കാനിടയിൽ തീർന്നതാണ്. അപ്പോൾ അബ്രഹാമിനെക്കാളും ഏറ്റവും കൂടുതൽ ആ ഒരു ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തി ഇസ്ഹാക്കായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഇസ്ഹാക്ക് അധികം പ്രായമില്ലാത്ത ഒരു വ്യക്തിയായിരുന്ന സമയത്താണല്ലോ സാറ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ഹാക്കിന് ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷേ റെബേക്ക കണ്ടപ്പോൾ, റെബേക്ക തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തൻ്റെ ആ ഒരു ദുഃഖത്തിൽ നിന്നും തനിക്കൊരു ആശ്വാസം ലഭിക്കുവാനായിട്ടാണ് ഇടയത്തിൽ നിന്നും കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും നല്ല എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതത്തിൽ നടക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ പ്ലാനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം പ്രശ്നങ്ങളാകുകയുള്ളൂ. അത് അബ്രഹാമിന് അത് വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഇസ്ഹാക്കിനെ തിരികെ അങ്ങോട്ട് വിടുന്ന കാര്യത്തെ പറ്റി അബ്രഹാമിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ ദാസന്റെയും ഒക്കെ ഒരു വിശ്വാസം, അവരുടെ പ്രവൃത്തി, കാരണം ആ ദാസനെയും ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. കാരണം താൻ ആ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയത്, വിശ്വസിച്ചിറങ്ങി ദൈവത്തോട് അടയാളം ചോദിച്ചു. ദൈവം അടയാളങ്ങളൊക്കെയും കൊടുത്തു. അങ്ങനെ താൻ അവിടെ കുമ്പിടുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മുന്നിൽ. ഈ ഇസ്ഹാക്കിന് പറ്റിയ ഒരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് മനസ്സിലായപ്പോൾ താൻ ദൈവത്തോട് കുമ്പിടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് തൻ്റെ ജീവിതത്തിനും അത് ആ ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കണ്ട പ്രവൃത്തി കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തിലും അതൊരു വലിയൊരു ചേഞ്ച് വരുത്താനായി തോന്നുന്നു. അതിലുപരിയായിട്ട് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിശ്വാസികളുമായിട്ട് മാത്രമേ ആകാവൂ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ അവിശ്വാസിയുമായിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അവിശ്വാസി വിവാഹം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെയൊക്കെയും നമ്മൾ കടന്നുകൊണ്ടി വരും. അപ്പോൾ ഈ ചിന്തകൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ മാറട്ടെ.